ലയണൽ മെസ്സിയുടെ കരിയറിലെ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ വർഷമായിരുന്നു 2006. 2005 മിന്നും പ്രകടനങ്ങളിലൂടെ മെസ്സി ഉദിച്ചുയർന്നെങ്കിലും വ്യക്തിജീവിതത്തിലെ വേദനകളും പരിക്കുകളും അദ്ദേഹത്തിന് വെല്ലുവിളിയായി. 2006 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പരിക്ക് മൂലം നഷ്ടമായത് വലിയ നിരാശയും നൽകി. കരിയറിലെ ആദ്യ ലോകകപ്പിൽ ഗോൾ നേടി ചരിത്രം കുറിച്ചെങ്കിലും ക്വാർട്ടറിൽ ജർമ്മനിയോട് തോറ്റ് ടീം പുറത്തായപ്പോൾ ബെഞ്ചിലിരുന്ന് മെസ്സിക്ക് കണ്ണീർ വാർക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ജർമ്മനിയിൽ നടന്ന ലോകകപ്പിൽ അർജന്റീന പുറത്തായെങ്കിലും കളിച്ച കുറഞ്ഞ സമയത്തിനുള്ളിൽ മെസ്സി കാണിച്ച വേഗതയും പന്തടക്കവും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വെറുമൊരു ബാഴ്സലോണ താരം എന്നതിലുപരി ലോകമുറ്റുനോക്കുന്ന ഒരു വണ്ടർ കിഡായി മെസ്സി മാറി. ബാഴ്സലോണയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് അന്നത്തെ സൂപ്പർ താരം റൊണാൾഡീഞ്ഞോയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. ഞാൻ ബാഴ്സലോണയിലെ മികച്ച കളിക്കാരനല്ല, അത് മെസ്സിയാണ് എന്ന റൊണാൾഡീഞ്ഞോയുടെ പ്രസ്താവന ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു. അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച താരം റൊണാൾഡീഞ്ഞോ ആയിരുന്നു. സാധാരണഗതിയിൽ ഒരു സീനിയർ താരം തന്റെ സ്ഥാനം ഭീഷണിയിലാകുമെന്ന ചിന്തയിൽ യുവതാരങ്ങളെ അകറ്റി നിർത്താറാണ് പതിവ്. എന്നാൽ റൊണാൾഡീഞ്ഞോ ഇത്തരമൊരു കാര്യം പറഞ്ഞപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു. ഇതോടെ മെസ്സിയുടെ മാർക്കറ്റ് വാല്യൂ ഉയർന്നു. കളത്തിനു പുറത്തും മെസ്സി ഒരു ബ്രാൻഡായി മാറി. പ്രശസ്ത കായിക കമ്പനിയായ അഡിഡാസ് മെസ്സിയുടെ മൂല്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹവുമായി ദീർഘകാല കരാറിൽ ഒപ്പിട്ടു. ബാഴ്സലോണ ടീമിലെ ഒരു പകരക്കാരൻ എന്ന നിലയിൽ നിന്ന് മെസ്സിയില്ലാതെ കളി ജയിക്കുക പ്രയാസമാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. റൊണാൾഡീഞ്ഞോ, എറ്റു, മെസ്സി എന്നിവരുടെ മൂവർ സംഘം എതിരാളികൾക്ക് പേടി സ്വപ്നമായി. 2006 ബാഴ്സലോണ യുനിസെഫുമായി ചരിത്രപരമായ കരാറിൽ ഒപ്പിടുന്നത്. സാധാരണയായി ക്ലബ്ബുകൾ ജേഴ്സിയിൽ സ്പോൺസർമാരുടെ പേര് പതിപ്പിച്ച് പണം വാങ്ങുകയാണ് പതിവ്. എന്നാൽ ബാഴ്സലോണ ചെയ്തത് തികച്ചും വ്യത്യസ്തമായ കാര്യമായിരുന്നു. അവർ ജേഴ്സിയുടെ മുൻഭാഗത്ത് യുനിസെഫിന്റെ ലോഗോ സൗജന്യമായി പതിച്ചു. മാത്രമല്ല, കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന യുനിസെഫിന് ഓരോ വർഷവും 1.5 ദശലക്ഷം യൂറോ സംഭാവനയായി നൽകാനും തീരുമാനിച്ചു. ബാഴ്സലോണയുടെ ജേഴ്സി ലോകമെമ്പാടും പ്രശസ്തമായതോടെ ആ ജേഴ്സി അണിഞ്ഞ മെസ്സിയുടെ മുഖം യുനിസെഫിന്റെ വലിയൊരു പരസ്യമായി മാറി. കുട്ടിക്കാലത്ത് വളർച്ചാ ഹോർമോണിന്റെ കുറവ് മൂലം കഷ്ടപ്പെട്ട മെസ്സിക്ക് ദരിദ്രരായ കുട്ടികളുടെ വേദനകൾ നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. യുനിസെഫിന്റെ വിവിധ ക്യാമ്പയിനുകളിൽ മെസ്സി സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. സ്പെയിനിലെ പ്രധാന ടൂർണമെന്റായ കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിന്റെ ആദ്യ പാദമായിരുന്നു അന്ന്. ബാഴ്സലോണയുടെ സ്വന്തം തട്ടകമായ ക്യാമ്പ് നൗവിൽ വെച്ചായിരുന്നു ഈ ചരിത്ര മത്സരം. 10,000-കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരുന്നു. ഗെറ്റാഫെ ഒരു ചെറിയ ടീമാണെങ്കിലും അവർ ബാഴ്സലോണയെ വിറപ്പിക്കാൻ കെൽപ്പുള്ളവരാണ്. മത്സരത്തിന്റെ 18-ാം മിനിറ്റിൽ സാവി ബാഴ്സയ്ക്കായി ആദ്യ ഗോൾ നേടി. ഗാലറി ആഘോഷത്തിലായിരുന്നു. എന്നാൽ 29-ാം മിനിറ്റിൽ വരാനിരിക്കുന്ന ആ മാന്ത്രികതയെക്കുറിച്ച് ആരും അറിഞ്ഞില്ല. മധ്യനിരയിലെ മാന്ത്രികൻ സാവി നൽകിയ പാസ് മെസ്സി സ്വീകരിക്കുന്നത് വലതു വിങ്ങിൽ സെന്റർ ലൈനിന് തൊട്ടടുത്തു വെച്ചാണ്. അവിടെ നിന്ന് ഗോൾ പോസ്റ്റ് വരെ 60 മീറ്ററോളം ദൂരമുണ്ട്. മെസ്സിയുടെ ആദ്യ ടച്ച് പന്തിനെ നിയന്ത്രിക്കാനായിരുന്നു.
രണ്ടാമത്തെ ടച്ചിലൂടെ അദ്ദേഹം എതിർ ടീമിലെ കളിക്കാരൻ പരേഡസിനെ വെട്ടിച്ച് പന്ത് മുന്നോട്ട് കൊണ്ടുപോയി. അതിവേഗതയിലായിരുന്നു ആ നീക്കം. പരേഡസിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടിയില്ല. മെസ്സി കുതിച്ചു. പരേഡസിനെ മറികടന്ന ഉടനെ അടുത്തതായി വന്നത് നാച്ചോ ആയിരുന്നു. മെസ്സി പന്ത് അയാളുടെ കാലുകൾക്കിടയിലൂടെ തട്ടിവിട്ടു. ഗാലറി ആവേശത്താൽ ഇളകി മറഞ്ഞു. മൈതാനത്തിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയ ഓട്ടം ബോക്സിന് സമീപമെത്തുമ്പോഴേക്കും മെസ്സി പൂർണ്ണ വേഗതയിലായിരുന്നു. പിന്നാലെ ഓടിയ ഡിഫൻഡർമാർക്ക് മെസ്സിയുടെ നിഴൽ പോലും പിടിക്കാൻ സാധിച്ചില്ല. പന്ത് കാലിൽ വെച്ചുകൊണ്ട് മെസ്സി നടത്തുന്ന ആ കുതിപ്പ് അവിശ്വസനീയമായി. രണ്ട് പ്രതിരോധ താരങ്ങൾ ഒരേ സമയം മെസ്സിയെ വളയാൻ ശ്രമിച്ചു. എന്നാൽ മെസ്സി തന്റെ ശരീരത്തിന്റെ ബാലൻസ് ഒട്ടും തെറ്റിക്കാതെ അവരെ വെട്ടിച്ചു. ആകെ 5 താരങ്ങളെയാണ് ആ ഓരോട്ടത്തിനിടയിൽ മെസ്സി മറികടന്നത്. ഒടുവിൽ ഗോൾ കീപ്പർ ലൂയിസ് ഗാർഷ്യയുമായി നേർക്കുനേർ നിൽക്കുന്ന ഘട്ടമെത്തി. ഗോൾ കീപ്പർ മുന്നോട്ട് കയറി വന്നെങ്കിലും മെസ്സി പന്ത് വലതുവശത്തേക്ക് നീക്കി അദ്ദേഹത്തെ പാടെ കബളിപ്പിച്ചു. ഈ സമയം ഗെറ്റാഫെയുടെ ഡിഫൻഡർ ഡേവിഡ് കോർട്ടസ് പോസ്റ്റിന് മുന്നിലേക്ക് ഓടിയെത്തി. അത്തരമൊരു വേഗതയിൽ എതിരാളി ഓടി വന്നാൽ ഒരു സാധാരണ താരം പന്ത് ശക്തമായി അടിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ മെസ്സി തികഞ്ഞ ശാന്തതയോടെ പന്ത് കോർട്ടസിന്റെ തലയ്ക്ക് മുകളിലൂടെ ചിപ്പ് ചെയ്ത് വലയിലാക്കി. 12 സെക്കൻഡുകൾ കൊണ്ട് 60 മീറ്റർ ഓടിപ്പൂർത്തിയാക്കിയ ആ മാന്ത്രിക ഗോൾ പിറന്നു. ആരാധകർ ഇരിപ്പിടങ്ങളിൽ നിന്ന് ചാടി എഴുന്നേറ്റു. 1986 ഇംഗ്ലണ്ടിനെതിരെ ഡീഗോ മറഡോണ നേടിയ നൂറ്റാണ്ടിന്റെ ഗോളിന്റെ പുനരാവിഷ്കാരമായിരുന്നു അത്. അന്ന് മറഡോണ ചെയ്തതുപോലെ 60 മീറ്ററോളം പന്തുമായി ഓടി 5 ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും വെട്ടിച്ച് മെസ്സി ഗോൾ നേടിയപ്പോൾ ലോകം ഒരു കാര്യം ഉറപ്പിച്ചു: മറഡോണയുടെ പിൻഗാമി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറഡോണയുടെ ഗോളിനേക്കാൾ മികച്ചത് എന്ന് ചിലർ ഇതിനെ വിശേഷിപ്പിച്ചു. ഗെറ്റാഫെയുടെ താരങ്ങൾ പോലും അന്ന് ആ അത്ഭുത ഗോളിന് മുന്നിൽ തലകുനിച്ചുപോയി. ഈയൊരു ഗോളിലൂടെ മെസ്സി വെറുമൊരു ഫുട്ബോൾ താരം എന്നതിലുപരി ഒരു ഇതിഹാസമായി മാറുകയായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2007 തിയറി ഹെൻറി ബാഴ്സലോണയിലേക്കെത്തുമ്പോൾ ലയണൽ മെസ്സി വളർന്നു വരുന്ന ഒരു യുവതാരമായിരുന്നു. മെസ്സി ചെറുപ്പം മുതലേ ആരാധിച്ചിരുന്ന താരമായിരുന്നു തിയറി ഹെൻറി. ഹെൻറിയുടെ പ്രശസ്തിയും അദ്ദേഹം നേടിയ നേട്ടങ്ങളും മെസ്സിയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഹെൻറി ബാഴ്സലോണയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ആദ്യമായി വന്ന ദിവസം മെസ്സി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ പോലും ഭയന്നു. മെസ്സിയുടെ പേടിയും ബഹുമാനവും കണ്ട ഹെൻറി മെസ്സിയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. വൈകാതെ അവർ തമ്മിൽ മികച്ച ഒരു സൗഹൃദം ഉടലെടുത്തു. മെസ്സിയുടെ പ്രതിഭയെ ആദ്യം തിരിച്ചറിഞ്ഞ പ്രമുഖരിൽ ഒരാളായിരുന്നു ഹെൻറി. മെസ്സിയുടെ പ്രണയജീവിതം വളരെ കൗതുകകരമായ ഒരു ഘട്ടത്തിലായിരുന്നു അപ്പോൾ. ലോകം മുഴുവൻ മെസ്സി എന്ന ഫുട്ബോളറുടെ പിന്നാലെയായിരുന്നെങ്കിലും
തന്റെ സ്വകാര്യ ജീവിതം വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. 2007 മെസ്സി ബാഴ്സലോണയിലെ തിരക്കുള്ള താരമായി മാറിക്കഴിഞ്ഞിരുന്നു. അതേസമയം അന്റൊനെല്ല അർജന്റീനയിലെ റൊസാരിയോയിൽ തന്റെ പഠനവുമായി മുന്നോട്ടു പോവുകയാണ്. ഏകദേശം 10,000 കിലോമീറ്ററിലധികം അകലെയായിരുന്നിട്ടും അവർക്കിടയിലെ ആത്മബന്ധം ദൃഢമായിക്കൊണ്ടിരുന്നു. മെസ്സിക്കൊരു കാമുകിയുണ്ടെന്ന കാര്യം അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. മാധ്യമങ്ങൾ പലപ്പോഴും മെസ്സിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിലും അദ്ദേഹം അതിൽ നിന്നൊഴിഞ്ഞു മാറി. തന്റെ പ്രശസ്തി അന്റൊനെല്ലയുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കരുതെന്ന നിർബന്ധം മെസ്സിക്കുണ്ടായിരുന്നു. 2007 മെസ്സി തന്റെ ജീവകാരുണ്യ സംഘടനയായ ലിയോ മെസ്സി ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ലിയോ മെസ്സി ഫൗണ്ടേഷൻ കേവലം ഒരു ചാരിറ്റി സംഘടനയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് മുളപൊട്ടിയ ഒരു ദൗത്യമാണ്. ഇത് സ്ഥാപിക്കുമ്പോൾ മെസ്സിക്ക് 20 വയസ്സാണ്. ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ ഒരു കുട്ടിയുടെയും സ്വപ്നങ്ങൾ അവസാനിക്കരുത് എന്ന ദൃഢനിശ്ചയമാണ് ഈ ഫൗണ്ടേഷന്റെ അടിത്തറ. ഫൗണ്ടേഷന്റെ പ്രധാന ലക്ഷ്യം ആരോഗ്യവും വിദ്യാഭ്യാസവുമായിരുന്നു. തന്റെ ഫുട്ബോൾ വരുമാനത്തിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനവും മെസ്സി ഇതിനായി മാറ്റിവെച്ചു. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനായി ചാരിറ്റി ഫുട്ബോൾ മത്സരങ്ങളും അദ്ദേഹം സംഘടിപ്പിച്ചു. ഈ ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ബാഴ്സലോണയിൽ നിർമ്മിച്ച ശിശു ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ സെന്ററുകളിൽ ഒന്നാണിത്. ഇതിനായി 30 ദശലക്ഷം യൂറോയാണ് മെസ്സിയും അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനും ചേർന്ന് സ്വരൂപിച്ചത്. സ്വന്തം നാടായ റൊസാരിയോയിൽ ആശുപത്രികൾ നവീകരിക്കാനും കുട്ടികൾക്കായി കായിക മൈതാനങ്ങൾ നിർമ്മിക്കാനും മെസ്സി ഈ ഫൗണ്ടേഷൻ വഴി വലിയ തുക ചെലവഴിച്ചു. വിശപ്പില്ലാത്ത ലോകമെന്ന ലക്ഷ്യത്തിനായി യുനിസെഫുമായി ചേർന്നും ഫൗണ്ടേഷൻ പ്രവർത്തിച്ചു തുടങ്ങി. കുട്ടികൾ ചിരിക്കുന്നത് കാണുന്നതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമെന്നാണ് മെസ്സി ഇതേപ്പറ്റി പറഞ്ഞത്. 2007 ബാലൻ ഡിയോർ പുരസ്കാര വേദിയിൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നു പിറന്നത്. ഫുട്ബോൾ ലോകത്തെ 3 വ്യത്യസ്ത യുഗങ്ങൾ ഒരേ വേദിയിൽ ഒത്തുചേർന്ന രാത്രിയായിരുന്നു അത്. കക്ക, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ. 20 വയസ്സ് മാത്രമാണ് മെസ്സിയുടെ പ്രായം. ഫ്രഞ്ച് മാഗസിനായ ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്ന ഈ പുരസ്കാരത്തിന്റെ ഫലത്തിൽ മെസ്സി 3-ാം സ്ഥാനം നേടി. കക്ക 1-ഉം ക്രിസ്ത്യാനോ റൊണാൾഡോ 2-ഉം സ്ഥാനങ്ങളിൽ വന്നു. മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം 22 വോട്ടുകൾ മാത്രമായിരുന്നു. ആ വർഷം ബാഴ്സലോണയ്ക്ക് വലിയ കിരീടങ്ങളൊന്നും ലഭിക്കാതിരുന്നിട്ടും മെസ്സി 3-ാം സ്ഥാനത്തെത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിഗത മികവിനുള്ള അംഗീകാരമായി. 2006 മെസ്സി ഈ പട്ടികയിൽ 20-ാം സ്ഥാനത്തായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരൊറ്റ വർഷം കൊണ്ട് അദ്ദേഹം 17 സ്ഥാനങ്ങൾ മറികടന്ന് മുന്നിലെത്തി. മെസ്സിയുടെ ഈ നേട്ടം കണ്ടപ്പോൾ ഡീഗോ മറഡോണ പറഞ്ഞത് അടുത്ത വർഷം മെസ്സി തന്നെ ഒന്നാമനാകും എന്നായിരുന്നു. മെസ്സിയുടെ ആരാധനാപാത്രമായ തിയറി ഹെൻറിയും അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തന്റെ സഹതാരമായ മെസ്സി ലോകത്തിന്റെ നെറുകയിലേക്ക് വളരുന്നത് നേരിട്ട് കാണാൻ ഹെൻറിക്ക് സാധിച്ചു. മെസ്സിയെപ്പോലെ ഒരു പ്രതിഭയ്ക്കൊപ്പം കളിക്കാൻ കഴിയുന്നതിലെ സന്തോഷം ഹെൻറി അന്ന് പങ്കുവച്ചിരുന്നു. ഇതേ വർഷം സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ നടന്ന ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാര വേദി ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു യുഗമാറ്റത്തിന്റെ വിളംബരമായി.
ലയണൽ മെസ്സി എന്ന 20 വയസ്സുകാരൻ ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് തൊട്ടടുത്തെത്തിയ വർഷമായിരുന്നു അത്. ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള ദേശീയ ടീം പരിശീലകരും ക്യാപ്റ്റന്മാരും വോട്ട് ചെയ്തു. മെസ്സി ലോകത്തിലെ 2ാമത്തെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആ വർഷം പ്രീമിയർ ലീഗിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് മെസ്സി 2ാമതെത്തിയത്. ആ വർഷം കക്കയെ തോൽപ്പിക്കുക അസാധ്യമായിരുന്നു. AC മിലാനെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിച്ച കക്കയുടെ പ്രകടനം അത്രമേൽ മികച്ചതായിരുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം കക്ക പറഞ്ഞത് ഇങ്ങനെയാണ്: മെസ്സിയും റൊണാൾഡോയും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ പുരസ്കാരം പങ്കിട്ടെടുക്കും. ആ ചടങ്ങിൽ കക്ക പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മെസ്സിയായിരുന്നു. താൻ ആരാധിക്കുന്ന താരങ്ങൾക്കൊപ്പം ആ വലിയ വേദി പങ്കിടാൻ കഴിഞ്ഞത് ഒരു വലിയ അംഗീകാരമായി മെസ്സി കണ്ടു. മാതാപിതാക്കൾക്കൊപ്പമാണ് മെസ്സി അവാർഡ് വാങ്ങാനെത്തിയത്. ഇത് വെറുമൊരു അവാർഡായിരുന്നില്ല. ഇതിഹാസങ്ങളായ സിദാൻ, റൊണാൾഡീഞ്ഞോ എന്നിവർക്ക് ശേഷം ലോക ഫുട്ബോളിന്റെ ചെങ്കോലേൽപ്പിക്കാൻ പറ്റിയയാൾ മെസ്സിയാണെന്ന ലോകത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. അവാർഡ് നിശയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മെസ്സി പറഞ്ഞത് ഇങ്ങനെയാണ്: കക്കയെപ്പോലെയും ക്രിസ്ത്യാനോയെപ്പോലെയുമുള്ള മഹത്തായ താരങ്ങൾക്കൊപ്പം വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് വലിയൊരു ബഹുമതിയാണ്. കക്ക ഈ പുരസ്കാരത്തിന് പൂർണ്ണമായും അർഹനാണ്. അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിലും മറ്റും നടത്തിയ പ്രകടനം അത്ഭുതകരമായിരുന്നു. ഫിഫ വേൾഡ് പ്ലെയർ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയതോടെ ലോകത്തിന്റെ വമ്പൻ ബ്രാൻഡുകൾ മെസ്സിയെ തേടിയെത്തി. അഡിഡാസ് മെസ്സിയെ തങ്ങളുടെ പ്രധാന മുഖമായി ഉയർത്തിക്കാട്ടി. ഒരു കൗമാരക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരു ആഗോള ഐക്കൺ എന്ന നിലയിലേക്ക് മെസ്സി വളർന്നത് ഈ പുരസ്കാരത്തോടെയാണ്.